ഫിഫ്ത്ത് ചാപ്റ്റർ സ്കൈ നിയർ അറ്റ് എ ഹാൻഡ്. കയ്യെത്തും ദൂരത്ത് ആകാശം. നിങ്ങൾക്ക് ആ പിക്ചറിൽ തന്നെ നോക്കിയാൽ കാണാം അല്ലേ, ആകാശത്തോട്ട് കൈ നീട്ടി നിൽക്കുന്ന ഒരാളെ. ഓക്കെ, സിമ്പിളായിട്ടുള്ള പാടാണ്. നമ്മൾ നല്ല ഇൻട്രസ്റ്റിങ്ങോടുകൂടി, അതായത് നല്ല ആ ഒരു വൈബിലെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ളൂ. കാരണം നമുക്കത് ഓരോ കാര്യങ്ങളും നമുക്ക് കേൾക്കാനും അറിയാനും നല്ല ക്യൂരിയോസിറ്റി ആയിരിക്കും. അത്രയും നല്ല സൂപ്പർ ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ മക്കൾ ആ ഒരു വൈബിലെടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിലൊരു സ്റ്റോറിയാണ്. മിസ്സിൻ്റെ മക്കൾക്കൊക്കെ സ്റ്റോറി ഒരുപാട് ഇഷ്ടമായിരിക്കും എന്നറിയാം. അപ്പോൾ ആദ്യം സ്റ്റോറി മിസ്സ് മലയാളത്തിലൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് അത് റീഡ് ചെയ്തിട്ട് ബാക്കി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊരു ആൻഡ്രോമിഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജകുമാരിയുടെ കഥയാണ്. അപ്പോൾ എത്യോപ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്ത് ആൻഡ്രോമിഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. രാജകുമാരിയുടെ അച്ഛൻ്റെ പേര് സെഫിയസ്. സെഫിയസ് എന്ന് പറഞ്ഞാൽ എത്യോപ്യയിലെ രാജാവായിരുന്നു കേട്ടോ. അദ്ദേഹം കാസിയോപ്പിയാണ് നമ്മുടെ ആൻഡ്രോമിഡയുടെ മദർ, അതായത് ക്യൂനാണ് ആൾ. അപ്പോൾ നമ്മുടെ ഈ ആൻഡ്രോമിഡ എന്ന് പറഞ്ഞിട്ടുള്ളത് ദേവതമാരെക്കാളൊക്കെ, അതായത് ഗോഡസ് മീൻസ് ദേവത, ദേവതമാരെക്കാളൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ അമ്മക്ക്, അതായത് നമ്മളെ കാസിയോപ്പിയക്ക് ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളെ ഈ ഭംഗി കണ്ടിട്ട് ഗോഡിൻ്റെ, അതായത് സീൻ്റെ, കടലിൻ്റെ ദൈവമായിട്ടുള്ള പോഡിസോൺ, അതായത് പോഡിസോൺ ആണ് കടലിൻ്റെ ദൈവത്തിൻ്റെ പേര്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് ദൈവങ്ങളുണ്ടായിരുന്നു ഓരോന്നിനും. അപ്പോൾ ഈ കടലിൻ്റെ ദൈവമായിട്ടുള്ള പോഡിസോൺ ഇത് കണ്ടിട്ട് ദേഷ്യം പിടിച്ചു. അപ്പോൾ പോഡിസോൺ എന്ത് ചെയ്തു, ഒരു മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ രാക്ഷസനാണ്, ഒരു രാക്ഷസനെ നമ്മളെ ആൻഡ്രോമെഡയുടെ രാജ്യത്തോട്ട് അയച്ചു. ഇവിടെ ഈ ഭംഗി കണ്ടിട്ട് ദേഷ്യം വന്നിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ സെറ്റസ് എന്നാണ് കേട്ടോ പറയുന്നത്. സെറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള മോൺസ്റ്ററിനെ നമ്മളെ പോഡിസോണ് നമ്മളെ എത്യോപ്യക്ക് അയച്ചു. എന്നിട്ട് നമ്മൾ സെറ്റസ് എന്ത് ചെയ്തു, എത്യോപ്യനെ ആക്രമിച്ചിട്ട് കാസിയോപ്യനെയും കൊണ്ടിട്ട് പോന്നു. അതായത് ഒരു രാജ്യത്തെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളതൊക്കെ തോൽപ്പിച്ചവന് സ്വന്തമാണ്. പണ്ട് കാലത്ത് നമ്മളെ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കലുണ്ടല്ലോ, അപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. തോൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ നിന്ന് എന്തോ എടുക്കാം. അങ്ങനെ നമ്മളെ സെറ്റസ് എന്ത് ചെയ്തു, നമ്മളെ എത്യോപ്യനെ ആക്രമിച്ചിട്ട് നമ്മളെ കാസിയോപ്യയുടെ ധിക്കാരൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളെ ആൻഡ്രോമെഡേനെ അവിടെ നിന്ന് കൊണ്ടുപോന്നു. അപ്പോൾ നമ്മളെ എത്യോപ്യൻ്റെ കിങ് ഉണ്ടല്ലോ, അതായത് നമ്മളെ ആൻഡ്രോമെഡയുടെ ഫാദർ സെഫിയസ്, അദ്ദേഹം എന്ത് ചെയ്തു, സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിട്ടു. അപ്പോൾ നമ്മൾ ഈ മോൺസ്റ്റർ നേരെ ആൻഡ്രോമെഡേനെ കൊണ്ടുപോയിട്ട് കടലിനരികിൽ, അതായത് കടലിൻ്റെ അടുത്തുള്ള പാറക്കെട്ടിൽ ചെങ്ങലക്കിടുകയാണ് ചെയ്തത്. പേഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹീറോ ആണ് നമ്മൾ ആൻഡ്രോമെഡേനെ രക്ഷിക്കാൻ ചെന്നത്. അവൻ നേരെ ചെന്നിട്ട് നമ്മളെ രാക്ഷസനെ, ആ മോൺസ്റ്ററിനെ കൊന്നു. എന്നിട്ട് ആൻഡ്രോമെഡേനെ മാരേജ് ചെയ്തു. ഇതാണ് സ്റ്റോറി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇംഗ്ലീഷിൽ നോക്കാം. ഷി വാസ് എ പ്രിൻസസ്. സ്റ്റോറി ഓഫ് ആൻഡ്രോമെഡ. ഷി വാസ് എ പ്രിൻസസ്. അവളൊരു രാജകുമാരിയായിരുന്നു. ഹെർ പാരൻസ് സീഫസ് ദ കിങ് ഓഫ് ദ എത്യോപ്യയുടെ രാജാവായിട്ടുള്ള സീഫസ് ആൻഡ് കാസിയോപ്പിയ ക്യൂൻ, രാജ്ഞി. ഷി വാസ് വെരി ബ്യൂട്ടിഫുൾ മോർ ദാൻ ദ ഗോഡസ്. ദേവതമാരെക്കാളും സൂപ്പറായിരുന്നു നമ്മളെ രാജകുമാരി. ഇറ്റ് കോസ് ഹെർ മദർ പ്രൗഡ് ദാറ്റ് ഹെർ ഡോട്ടർ. അപ്പോൾ നമ്മളെ കാസിയോപ്പിയ, അതായത് നമ്മളെ ആൻഡ്രോമെഡയുടെ അമ്മയ്ക്ക് അത് കാരണം ഒരുപാട് അഭിമാനം തോന്നി. സോ പൊസിഡൻ ദ ഗോഡ് ഓഫ് ദ സീ ആങ്കേർഡ് ഹെർ ബ്യൂട്ടി. പൊസിഡൻ എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് ദ സീ, കടലിൻ്റെ ദൈവമാണ്. കടലിൻ്റെ ദൈവത്തിന് ഇത് കണ്ടിട്ട് ഇവളെ ഭംഗി കണ്ടിട്ട് ദേഷ്യം വന്നു. പൊസിഡൻ സെൻഡ് സീറ്റസ് എ മോൺസ്റ്റർ. സീറ്റസ് എന്ന് പറയുന്നത് ഒരു മോൺസ്റ്ററാണ്, രാക്ഷസനാണ്. രാക്ഷസനെ നമ്മൾ എത്യോപ്യയിലേക്ക് അയച്ചു. സീറ്റസ് അറ്റാക്ക് എത്യോപ്യ ആൻഡ് ദസ് ടു പുട്ട് ആൻ എൻഡ് ടു കാസിയോപ്പിയാസ് അരഗൻസ്. അരഗൻസ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സീറ്റസ് എത്യോപ്യനെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ കാസിയോപ്പിയയുടെ അഹങ്കാരം തീർത്തു കൊടുത്തു. അതായത് മകൾ നല്ല ഭംഗിയുണ്ട് എന്നിട്ടുള്ള ആ ഒരു അഹങ്കാരം ആരാ തീർത്തെടുത്തത്? സീറ്റസ് ആണ് കേട്ടോ. കിങ് സീഫസ് വാസ് റെഡി ടു സാക്രിഫൈസ് ഹിസ് ഡോട്ടർ ആൻഡ്രോമെഡ ടു സേവ് ദ കിങ്ഡം. നമ്മളെ
രാജ്യം രക്ഷിക്കാൻ തൻ്റെ മകൾ ആൻഡ്രോമേഡയെ ബലി നൽകാൻ സെഫീസ് രാജാവ് തയ്യാറായി. അതായത് മിസ് നേരത്തെ പറഞ്ഞു, ഒരു രാജ്യം ആക്രമിച്ച് അവർ അധീനതയിലായാൽ അവർക്ക് വേണ്ടതൊക്കെ അവർക്ക് എടുക്കാം. അപ്പോൾ നമ്മളെ ആൻഡ്രോമേഡനെ എന്ത് ചെയ്തു? നമ്മളെ സീഫസ് നമ്മളെ സീറ്റസിന് കൊടുത്തു. ഷി വാസ് ചെയിനഡ് ടു റോക്ക് ബൈ ദ സീ. കടലിൻ്റെ പാറയിൽ നമ്മളെ ആൻഡ്രോമേഡനെ ചെങ്ങലക്കിട്ടു. ഇനി നെക്സ്റ്റ്, ഏതൊരു ഇതായാലും അതിലൊരു ഹീറോ ഉണ്ടാവും അല്ലേ? ഹീറോയിനെ രക്ഷിക്കാനൊരു ഹീറോ ഉണ്ടാവും. ആ ഹീറോ ആണ് നമ്മളെ പേഴ്സസ്. പേഴ്സസ് എ ഹീറോയിക് ഫിഗർ. ഹി അറൈവ്ഡ് ആൻഡ് കിൽഡ് ദ മോൺസ്റ്റർ. നമ്മളെ പേഴ്സസ് ചെന്നിട്ട് ആ മോൺസ്റ്ററിനെ കൊന്നു. ഹി റെസ്ക്യൂഡ് ആൻഡ്രോമേഡ ആൻഡ് മാരീഡ് ഹെർ. എന്നിട്ട് നമ്മൾ ആൻഡ്രോമേഡനെ രക്ഷിച്ചിട്ട് അവളെ മാരി ചെയ്തു. ഇതാണ് ആ സ്റ്റോറി കേട്ടോ. സ്റ്റോറി സിമിലർ ടു ആൻഡ്രോമേഡാസ് ആർ ഫൗണ്ട് ഇൻ ഇന്ത്യൻ, ചൈനീസ് ആൻഡ് അറബ് കൾച്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ആൻഡ്രോമേഡൻ്റെ സ്റ്റോറി പോലെ ഇന്ത്യ, ചൈന, അറബ് ഇതുപോലെയുള്ള സംസ്കാരങ്ങളിലൊക്കെ ഒരുപാട് കഥകൾ ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു സ്റ്റോറിയാണ്. മക്കൾ ഈ സ്റ്റോറി ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് കോൺസ്റ്റലേഷൻ ആണ് കേട്ടോ. കോൺസ്റ്റലേഷൻ മീൻസ് എന്താണ്? നക്ഷത്രക്കൂട്ടം. നമ്മൾ ആകാശത്ത് ഒരുപാട് സ്റ്റാർസിനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ കൂട്ടമായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ ഓരോ കോൺസ്റ്റലേഷൻ കാണാൻ പറ്റും, ഓരോ രൂപം കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു രൂപമാണ് ആൻഡ്രോമേഡ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ പിക്ചർ തന്നിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ ഇത് ആൻഡ്രോമേഡയാണ് എന്നുള്ളത് ഈ ഒരു ഷേപ്പ് മൈൻഡിൽ വെക്കുക.